ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ രാവിലെ എണീറ്റ് ഉടനെ കുറച്ച് ടൈം ഇങ്ങനെ പുറത്തേക്കെല്ലാം നോക്കി നിൽക്കും കേട്ടോ. കുറച്ചൊരു കിളികളെ സൗണ്ടും എല്ലാം കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു റിഫ്രഷ്മെൻ്റാണ്. അങ്ങനെ രാവിലെ തന്നെ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അലക്കാനിടുന്നതാണ്. പെട്ടെന്ന് തന്നെ അലക്കാനിട്ടാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുമല്ലോ, എന്നാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അങ്ങനെ അലക്കാനെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വലിയ ഗ്ലാസ്സിലൊന്നും ഞാനിപ്പം വെള്ളം കുടിക്കല്. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം വെള്ളം വയറ്റിലെത്തല്ലോ, അതുകൊണ്ട് തന്നെ ഈ കപ്പ് വിട്ട് വേറൊരു കളിയില്ലേനു. പിന്നെ മോളുടെ ബോട്ടിലേക്ക് കുറച്ച് ബൂസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാലും വെള്ളത്തിൽ കുറച്ച് മാത്രം ബൂസ്റ്റ് കൂടിയും കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. വെറും പാലാണെങ്കിൽ കുടിക്കൂല, അതുകൊണ്ടാണ് ബൂസ്റ്റ് കൂടി ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ ഇതാ ബൂസ്റ്റെല്ലാം ആക്കി, ഇതൊരു ചെറിയ ബോട്ടിലാണ് കേട്ടോ, ഇതിൽ ആകെ അത്രയേ കൊള്ളൂ. അപ്പോൾ ഇത് സ്റ്റീലായതുകൊണ്ട് ഇത് തന്നെയാണ് യൂസ് ആക്കുന്നത്. പിന്നെ ഇതാ 2 കാടമുട്ട പുഴുങ്ങിയിട്ടുണ്ടേനു, അപ്പോൾ അത് കഴിച്ചു. എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാടമുട്ട ആയാലും സാധാരണ മുട്ട ആയാലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ടൈം പുറത്തേക്കെല്ലാം നോക്കിയിരിക്കും കേട്ടോ. ഇങ്ങനെ കിച്ചൻ്റെ സൈഡിലിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്, നല്ല കാറ്റലുണ്ടാകും. പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ് ഇത് മറ്റേ നമ്മുടെ ഐസറിട്ടിട്ട് ഫേസ് സ്ക്രബ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് ഫസ്റ്റ് ടൈം തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചു പോയി, അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വീർത്ത് വന്നിട്ടുണ്ടേനു. അപ്പോൾ ഒരു നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അങ്ങനെ ഇതാ ഉമ്മ മീൻ പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടേനു. കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല് മത്തിൻ്റെത്. അങ്ങനെ ഇതാ മത്തി ഇവിടുന്ന് പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോൾ പുട്ടും പഴവും പഞ്ചസാരയും കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ കറി ഉണ്ടായിരുന്നു, മീൻ കറിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മീൻ കറി കണ്ടപ്പോൾ വിചാരിച്ച് കറി കൂട്ടിയിട്ട് കഴിക്കാതെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പുട്ട് എന്ന് പറയുന്നത്. പുട്ടിൻ്റെ മോസ്റ്റ് ഫേവറേറ്റാണ്. പുട്ട് എപ്പം കിട്ടിയാലും ഞാൻ കഴിക്കും, രാത്രി ആയാലും. അങ്ങനെ ഭയങ്കര എന്താണെന്നറിയില്ല, പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുട്ടിന് എന്ത് കറിയാണെങ്കിലും ഇഷ്ടമാണ്. അങ്ങനെ ഇതാ മീൻ കറി കൂട്ടിയിട്ടാണ് പുട്ട് കഴിച്ചിട്ടുണ്ടായത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് മീനൊന്ന് തിരിച്ചിടാനുണ്ടായിരുന്നു. അങ്ങനെ മീനെല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞ് മീൻ അവിടെ നിന്ന് പൊരിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം അവിടെ മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തുണിയെല്ലാം മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മടക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ ഉമ്മ ഇവിടെ നിന്ന് മാങ്ങ കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഉപ്പിലിടാന്നേനും വിചാരിച്ചത്, പിന്നെ അതിൻ്റെ തോലെല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിചാരിച്ച് ഉപ്പുമാങ്ങ ആക്കാമെന്ന്. അതിൻ്റെ തോലെല്ലാം പീൽ ചെയ്തെടുത്തിട്ട് ഉപ്പുമാങ്ങ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പണ്ട് നമ്മൾ തറവാട്ടിലുണ്ടായിരുന്ന ടൈം ഉമ്മ ആക്കലുണ്ട് കേട്ടോ, കഞ്ഞിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇത് റെഡിയാവാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയെല്ലാം എടുക്കും. അത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. പിന്നെ ഇതാ ഇത് മോളുടെ ഷീറ്റ് ഇവിടെ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലിരുത്തിയിട്ട് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിലധികം ഇങ്ങനെ കച്ചറിയെല്ലാം ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ 2 ദിവസം കൂടുന്നതിന് ഇങ്ങനെ കഴുകി വെക്കേണ്ടി വരുന്നുണ്ട്. ഒരു 20-30 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടും കേട്ടോ. അത്രയും ടൈം ശരിക്കും വേണ്ട, എന്നാലും ഉള്ളിലേക്കെല്ലാം ഉണങ്ങി കുറച്ച് വെയിലെല്ലാം കൊള്ളണ്ടേ, അല്ലെങ്കിൽ ഒരു ഫംഗസ് പോലത്തെ സംഭവം വന്നിട്ട് ആകെ വൃത്തികേടായിപ്പോവും. നല്ലോണം ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തെർമോക്കോൾ പോലത്തെ സംഭവം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലെല്ലാം പറിച്ചിട്ടുണ്ട്. കുറച്ച് ചെമ്മീൻ ഉണ്ടേനും പൊരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരത്തെ മത്തി പൊരിച്ച ആ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ്. അങ്ങനെ ഇതാ കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും മാത്രം ഇട്ടിട്ട് ചെമ്മീൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, മാരിനേറ്റ് ചെയ്തിട്ട്. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നൊന്നുമില്ല, അങ്ങനെ മിക്സ് ആക്കിയിട്ട് അപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ മുളകെല്ലാം ഇട്ടിട്ടുള്ളൂ. അതാണ് കളറെല്ലാം ഇങ്ങനെ. അതുകൊണ്ട് തന്നെ വേറെ ഉള്ളിയും വേറെ ഒന്നും ഇടുന്നുണ്ടായിട്ടില്ല. പിന്നെ ഇതാ ഉമ്മ ബത്തക്ക മുറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിലയെല്ലാം ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു ഫെനോയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, നല്ല അടിപൊളി സ്മെല്ലാണ്. അങ്ങനെ ഇതാ ഫെനോയിൽ ഒഴിച്ചിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ട് തുടക്കുന്നുണ്ടെങ്കിൽ അധികം ഷാമ്പു ആണ് കേട്ടോ യൂസ് ചെയ്യൽ. കുറച്ചധികം കച്ചറയെല്ലാം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യൽ. ഇപ്പോൾ പിന്നെ ഫെനോയിലാണ് കേട്ടോ യൂസ് ആക്കുന്നത്. ഫെനോയിൽ യൂസ് ആക്കിയാൽ പിന്നെ നല്ല സ്മെല്ലുണ്ടാകും, നല്ല ഒരു വൈബാണ് തുടച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ബത്തക്കെല്ലാം കഴിച്ച് പിന്നെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിന് മീൻ കറിയും
വറവും മത്തി പൊരിച്ചതും പിന്നെ ചെമ്മീനും കൂടി പൊരിച്ചിട്ടുണ്ടായിരുന്നു. മോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചൊരു ഫ്രൈ ആക്കി പൊരിച്ച് തന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പൊറുക്കി തിന്നോളും. നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നും തിന്നൂല. അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ കക്കിരിയും ബത്തയ്ക്കെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കക്കിരി അധികവും പച്ചമുളകും പുളിനാരങ്ങയും ഇട്ടിട്ടാണ് കേട്ടോ ആക്കല്. പിന്നെ അതിലൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ വെറുതെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് പിന്നെ ഇതാ തൈരും മീനും വറവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ക്യാബേജും ക്യാരറ്റും കൂടിയിട്ട് ആക്കിയൊരു വറവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ആറിയിടാനുണ്ടായിരുന്നു. നേരത്തെ മെഷീനിലിട്ട് കുറച്ച് തുണികളെല്ലാം ആറിയിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആറിയിടാൻ വേണ്ടിയിട്ട് മേലേക്ക് പോകുന്ന ടൈം ഒരു കുൽഫിയും കൂടി എടുത്തിട്ടാണ് പോയത്. അങ്ങനെ കുൽഫി കഴിച്ചുകൊണ്ടും ആറിയിട്ടു. നമ്മൾ അയൽ കെട്ടിയത് മേലില്ലാന്ന് കേട്ടോ. ആ തായൽ മുറ്റത്ത് കെട്ടിയാൽ ശരിയാവില്ല. അധികം ഈ പശുവും പട്ടികളും എല്ലാം പോകുമ്പോൾ ഇങ്ങനെ പ്രശ്നമാണ്. പട്ടികൾ പോകുമ്പോൾ പിന്നെയും പ്രശ്നമില്ല കേട്ടോ. പശു പോകുമ്പോൾ അധികം പശു നമ്മുടെ തുണിയും കൊണ്ട് പോക്കാന്ന് കുറേ അങ്ങനെ കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കുറേ ഷാളെല്ലാം പശു കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേലെല്ലാന്ന് ഇപ്പോൾ ആറിയിടൽ. അങ്ങനെ എൻ്റെ റൂമിൽ കുറച്ച് ക്ലീനിങ്ങും ബെഡ്ഷീറ്റ് മാറ്റാനും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ബെഡ്ഷീറ്റെല്ലാം മാറ്റുന്നുണ്ട്. പിന്നെ കുറച്ചൊരു ക്ലീനിങ്ങും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പൊടി തട്ടാനെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എത്ര അടച്ചു പൂട്ടി ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് പൊടി പൊടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പണിയാണ്. പിന്നെ ഇതാ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓറഞ്ച് ജ്യൂസ് അടിക്കുന്നുണ്ട്. വൈകുന്നേരം പിന്നെ ചായയും ഒന്നും കുടിക്കാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് കുടിക്കണമല്ലോ, അതുകൊണ്ടാണ് ജ്യൂസ് ആക്കിയത്. അപ്പോൾ ഇതാ ഉമ്മ പഴം നുള്ളിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂവൻ പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആക്കിയാൽ ഈ പഴം പൊരിച്ചതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ പഴം നുള്ളിയിട്ടത്. പിന്നെ ഈ മിക്സറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ. അതിൽ ഫുള്ള് ഉറുമ്പ് കേട്ടോ. അതുകൊണ്ട് ഉറുമ്പ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്, തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഉറുമ്പെല്ലാം ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ രാത്രിയായിട്ടുണ്ട്. രാത്രിയത്തെ ഫുഡ് എന്ന് പറയുന്നത് പത്തലാന്ന്. അപ്പോൾ ഉമ്മ ഇവിടുന്ന് പത്തല ഇട്ടുകൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഈ ഒരു കുടുക്കയിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുക്കൽ. കുടുക്കയല്ല, ജഗ്ഗാന്ന്. മേലിലേക്ക് വെള്ളം കൊണ്ടുപോക്ക് ആ ഒരു ജഗ്ഗിലാന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാണ്ടിരിക്കാറ്. പിന്നെ കമൻറ്റും കൂടി ചെയ്യാട്ടോ. നിങ്ങളുടെ കമൻറ്റെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.